ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് കേരളത്തിൽ ഇറങ്ങിയേക്കുന്ന 2024 അവൈലബിൾ ആയിട്ടുള്ള 5 സൂപ്പർ 125cc സ്കൂട്ടറുകളെ കുറിച്ചാണ്. ഏകദേശം 120 റേഞ്ചിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന സൂപ്പർ സ്കൂട്ടറുകൾ ഏതൊക്കെയെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ലാസ്റ്റും തുടങ്ങാം. 5ാം സ്ഥാനത്ത് പറഞ്ഞ TVSൻ്റെ എൻടോർക്കിൻ്റെ XP എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പോൾ XPയും XT എടുക്കാം. ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കുന്ന XT എന്ന് പറഞ്ഞ മോഡലാണ്. XT എന്ന് വെച്ചാൽ എക്സ്ട്രാ ടെക്നോളജി വെച്ചാൽ ഒരുപാട് ടെക്നോളജിക്കലായിട്ടുള്ള ഫീച്ചേഴ്സ് ഈ മോഡൽ വന്നിട്ടുണ്ട്. സ്പെഷ്യലായിട്ട് പറഞ്ഞതിൻ്റെ ബോഡി ഗ്രാഫിക്സ് ആണ്. ഒരു നിയോൺ ഗ്രീൻ കളറിലുള്ള സ്പെഷ്യൽ ബോഡി ഗ്രാഫിക്സ് ഓൾ ഓവർ ദ ബോഡി വണ്ടിയിൽ വന്നിട്ടുണ്ട്. അലോയ് വീൽസ് 12 ഇഞ്ച് ഡ്യുവൽ സ്പോക്ക് അലോയ് വീൽസ് വരുന്നുണ്ട്. അതുകൂടാതെ 90/112 TVSൻ്റെ ട്യൂബ്ലെസ് ടയർസും വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. അത് ഹൈലി സ്റ്റേബിൾ ആയിരിക്കും വണ്ടി, വളരെ കംഫർട്ടബിൾ ആയിരിക്കും വണ്ടി ഓടിച്ചു നടക്കാനായിട്ട്. വെച്ചാൽ ഒരിക്കലും സ്റ്റെബിലിറ്റി വിട്ടുപോകില്ല. അത്യാവശ്യം പമ്പുകളൊക്കെ ചാടിയാൽ തന്നെ വലുതായിട്ട് പാസഞ്ചർക്ക് അറിയാനും സാധിക്കില്ല. പിന്നെ ഇതിൻ്റെ ബോഡി ഗ്രാഫിക്സ് ആണ്, ആ ലുക്സാണ് മെയിൻ എൻടോർക്ക് എന്ന് പറയുമ്പോൾ. പിന്നെ 125cc വാഹനമാണ്. കണ്ട ഈ പറഞ്ഞ പ്ലാറ്റ്ഫോമിലും കാര്യങ്ങളും എല്ലായിടത്തും ഫുള്ളി സ്പെഷ്യൽ ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക്. അതുപോലെ സീറ്റിന് താഴെ എല്ലാം ഈ നിയോൺ ഗ്രീനും സിൽവറും കൂടി മിക്സ് ആയിട്ടുള്ള അടിപൊളി ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം എക്സ്റ്റേണലാണ്, വെച്ചാൽ വണ്ടി మీద ഇറങ്ങേണ്ട ആവശ്യമില്ല. പിന്നെ ഈ മീറ്ററാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഫുൾ TFT ഡിസ്പ്ലേ ഉള്ള ഡിജിറ്റൽ മീറ്ററാണ്, സ്പ്ലിറ്റ് മീറ്ററാണ്. ഇതിൽ ഇടത്തെ സൈഡിൽ കാണുന്നത് ലാപ്പിൻ്റെ ഡീറ്റെയിൽസ് അറിയാനാണ് വെച്ചാൽ. പിന്നെ അത് കൂടാതെ 2 മോഡുണ്ട്, സ്ട്രീറ്റ് മോഡും റേസ് മോഡ് കൂടെയാണ്. 2 മോഡാണ് പറഞ്ഞത്. റേസ് മോഡിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ RPM മീറ്റർ മാത്രം ഒറ്റ ഡിസ്പ്ലേ വരും. പിന്നെ ബെസ്റ്റ് ലാപ്പ്, ബെസ്റ്റ് സ്പീഡ് കാര്യങ്ങളെല്ലാം കാണിക്കും. ആ മീറ്ററിൻ്റെ ഇതാണ് മെയിനായിട്ട് ഇതിൽ പറയുന്നത്. പിന്നെ അത് കൂടാതെ നമുക്ക് മൊബൈലായിട്ട് കണക്ട് ചെയ്ത കോള്, SMS എല്ലാം നോട്ടിഫിക്കേഷൻ വരും. നാവിഗേഷൻ, GPS നാവിഗേഷൻ എല്ലാം നമ്മുടെ വണ്ടിയിൽ കാണിക്കും. നമുക്കത് വെച്ചിട്ട് വോയിസ് കമാൻഡ് വെച്ചിട്ട് അത് ആക്സസ് ചെയ്യാനുള്ള സപ്പോർട്ടും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ XT എന്നുള്ള ഒരു സ്പെഷ്യൽ മോഡലാണ്. ഇതിന് ഏകദേശം 1.20 അടുത്താണ് കോസ്റ്റ് വരുന്നത്. ഇതിൻ്റെ എഞ്ചിൻ 125cc ആണ്. പവർ വരുന്നത് 9.8 bhp ആണ് ഇതിൻ്റെ പവർ വരുന്നത്. ടോർക്ക് വരുന്നത് 8.5 Nm ആണ്. ഏകദേശം 120 കിലോളം വണ്ടിക്ക് വെയിറ്റ് വരുന്നുണ്ട്. ഇനി മെയിനായിട്ട് മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ഈ വീഡിയോ കാറ്റഗറിയിൽ 5ാമത്തെ സ്ഥാനമാണ് ഈ വാഹനത്തിന് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് മൈലേജ് ഏകദേശം ഒരു 45-നും 50-നും ഇടയിൽ മൈലേജ് കിട്ടും. ഡിപ്പെൻസ് നമ്മൾ ഓടിക്കുന്ന പോലെ ഇരിക്കും. അത് ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള വാഹനമാണ്. പിന്നെ കിക്കറില്ലാത്ത മോഡലാണ്. അപ്പോൾ ഈ കാറ്റഗറിയിൽ കിക്കറില്ലാത്ത 2 വണ്ടികൾ വരുന്നുള്ളൂ. ഒന്ന് ഇതാണ്, ഈ എൻടോർക്കിൻ്റെ XT മോഡലാണ്. അത് XP എടുത്താലും കിക്കർ ഉണ്ടാവില്ല. എൻടോർക്കിൻ്റെ പുതിയ മോഡൽ 2021 മോഡൽസിലൊന്നും കിക്കർ വരുന്നില്ല. അപ്പോൾ ഇതാണ് എന്താ പറയുക 5ാമത്തെ വാഹനമായിട്ട് വരുന്നത്. XP എന്നൊരു മോഡൽ കൂടെ ഉണ്ട്, പക്ഷേ ഇതിന് പവർ കൂടുതലാണ്. 10 bhpക്ക് മേളിൽ പവർ വരും, പക്ഷേ നമുക്കപ്പോൾ മൈലേജ് കിട്ടില്ല. അപ്പോൾ നമുക്ക് TVSൻ്റെ തന്നെ മറ്റൊരു സൂപ്പർ വണ്ടിയിലേക്കാണ് പോകുന്നത്. 4ാമത്തെ സ്ഥാനം വരുന്നത് TVS ജുപ്പിറ്ററിൻ്റെ 125 എന്ന് പറഞ്ഞ മോഡലാണ്. ജുപ്പിറ്റർ 125നെ കുറിച്ച് പറയുകയാണെങ്കിൽ വെറുതെ ഫുൾ കിടിലം വണ്ടിയാണ്. 50-നും 60-നും ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. ഫുൾ ക്രോം പ്ലേറ്റഡാണ് ഇപ്പോൾ വണ്ടി വരുന്നത്. ഫുൾ പുതിയ ഓപ്ഷൻ 2024 മോഡലിൽ. ഇപ്പോൾ വൈസറിന് ചുറ്റായാലും ഹെഡ്ലൈറ്റിന് ചുറ്റെല്ലാം ഫുള്ളി ക്രോം പ്ലേറ്റഡ് ആയിരിക്കും. നല്ലൊരു റിച്ച്, നല്ലൊരു എലഗൻറ്റ് ലുക്കാണ് വാഹനത്തിന് വരുന്നത്. ലൈറ്റ്സ് എല്ലാം, ഹാലജൻ ബൾബ്സ് എല്ലായിടത്തും മാറ്റി ഫുള്ള്. ഇപ്പോൾ എല്ലാം HID ഹെഡ്ലൈറ്റ്സ് ആണ്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആയാലും ഹെഡ്ലൈറ്റിൻ്റെ ബൾബായ പോലും ഫുൾ HID ആണ് യൂസ് ചെയ്യുന്നത് വണ്ടിക്ക്. നല്ല വൈറ്റ് കളർ ലൈറ്റ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ HID ബൾബിൻ്റെ ഗുണമെന്ന് വെച്ചാൽ ഹാലജൻ ബൾബ് പോലെ നമുക്ക് എപ്പോഴും റീപ്ലേസ്മെൻറ്റിൻ്റെ ആവശ്യം വരില്ല. ഇപ്പോൾ ഒരു ബൾബ് മേടിച്ചാൽ ഇപ്പോൾ 4 ഹാലജൻ ബൾബ് മേടിച്ചിരുന്നതിൻ്റെ ലൈഫ് ഈ ബൾബിന് കിട്ടും. പിന്നെ കാണാനും ഒരു റിച്ച് ലുക്കായിരിക്കും. ഇപ്പോൾ കണ്ട ഇത് നോർമൽ ഹാലജൻ ലൈറ്റ്സ് ആണ്. ഇതിന് തന്നെ ഇൻഡിക്കേറ്റേഴ്സിലെല്ലാം അറിയാലോ ഹാലജൻ ലൈറ്റ്സ് ആയിരിക്കും വരിക. ആ ഇൻഡിക്കേറ്ററിന് ചുറ്റും വരെയും 125-ൽ ഇതുപോലൊരു നല്ലൊരു ക്രോമിൻ്റെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സേഫ്റ്റിക്കായിട്ട് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട്. വെന്റിലേറ്റഡ് ഡിസ്ക് ബ്രേക്സ് ആണ്. അലോയ് വീൽസും സിംഗിൾ സ്പോക്ക് 8 സ്പോക്കുള്ള അലോയ് വീൽസാണ് കൊടുത്തേക്കുന്നത്. 12 ഇഞ്ച് ട്യൂബ്ലെസ് ടയേഴ്സും സ്കൂട്ടറിന് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെയിം സസ്പെൻഷൻ തന്നെയാണ്. ഫ്രണ്ടിൽ ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹൈലി കംഫർട്ടബിൾ ആയിരിക്കും. ബമ്പൊന്നും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ല. പിന്നെ വളരെ സ്റ്റേബിൾ ആയിരിക്കും വണ്ടി. ഇപ്പോൾ ചില വണ്ടികൾക്കൊക്കെ സിംഗിൾ സസ്പെൻഷൻ ഉണ്ടാവുള്ളൂ, അപ്പോൾ സൈഡിലേക്ക് മറിയാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ഇതാകുമ്പോൾ ആ പ്രശ്നം ഉണ്ടാവില്ല, ഫുള്ളി സ്റ്റേബിൾ ആയിരിക്കും. പിന്നെ ഇൻറ്റീരിയറൊക്കെ വരുന്നത് കിടിലാണ്. മാറ്റ് ബ്ലാക്ക് കളറിലായിരിക്കും ഫുൾ ഇൻറ്റീരിയർ വരുന്നത്. ഫ്യൂൽ ഫില്ലിങ്ങും ഫ്രണ്ടിൽ നിന്ന് തന്നെ. മീറ്റർ വരുമ്പോൾ അനലോഗും ഡിജിറ്റലും മിക്സ് ചെയ്തിട്ടുള്ള മീറ്ററാണ്. ആ മീറ്ററിന് ചുറ്റും പോലും ഒരു റിച്ച് ലുക്ക് ഇട്ടുണ്ട്. ഫുൾ ക്രോമിൻ്റെ പ്ലേറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ മീറ്ററിൽ സാധാരണ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കും. ഫ്യൂൽ ഗേജ്, പിന്നെ ലാസ്റ്റ് റണ്ണിൽ കിട്ടിയ മൈലേജ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം മീറ്റർ കാണിക്കുന്നുണ്ട്. പിന്നെ താക്കോലിന് തൊട്ട് ഇപ്പുറത്ത് തന്നെ ഒരു USB പോർട്ട് വരുന്നത്. നമുക്ക്
മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിൻ്റെ താഴെ തന്നെ ഒരു 1 ലിറ്റർ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഗ്ലോ ബോക്സ് ഉണ്ട്. മൊബൈലോ വാട്ടർ ബോട്ടിലോ എന്തുകൊണ്ടും വയ്ക്കാം. നല്ല വലിപ്പമുള്ളൊരു ഫുഡ് സ്പേസാണ് വാഹനത്തിന് വരുന്നത്. പിന്നെ ഈ വാഹനത്തിന് ഏറ്റവും വലിയ പ്രത്യേകിച്ച് അണ്ടർ സ്റ്റോറേജ് ആണ്. ആ സീറ്റിൻ്റെ താഴെയുള്ള സ്റ്റോറേജ് ഈ 125 സെഗ്മെൻറ്റിൽ 125cc സെഗ്മെൻറ്റിൽ ഏറ്റവും ബെസ്റ്റ് ജൂപ്പിറ്റർ 125 ആണ്. 2 ഹെൽമെറ്റും വയ്ക്കാൻ വേണമെങ്കിൽ ഒരു ബാക്ക് പാക്കും വെക്കാം, എന്നാൽ പോലും സ്പേസ് ബാക്കി ഉണ്ടാവും. അപ്പോൾ ഈ നിങ്ങൾ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ അത്യാവശ്യം നല്ല രീതിയിലൊരു മൈലേജും ആഗ്രഹിക്കുന്ന വണ്ടി, പിന്നെ കാണാൻ നല്ല റിച്ച് ലുക്കാണ്, എന്നാൽ ടി വി എസിന് നല്ലൊരു സർവീസും കിട്ടുന്നുണ്ടെങ്കിൽ ഉള്ളൊരു വാഹനമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ബാക്കി വീഡിയോ കാണണ്ട, നിങ്ങൾ ഈ ജൂപ്പിറ്റർ 125ലേക്ക് തന്നെ പോകുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 120cc വണ്ടിയാണ്. 8.5 bhp പവർ വരും. ഏകദേശം ഒരു 7.4 Nm ടോർക്ക് വരുന്നതാണ്. ഫ്യൂൽ ഇഞ്ചക്ഷൻ വാഹനമാണ്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മൈലേജ് കിട്ടും. സർവീസും കമ്പാരിറ്റീവ്ലി ചീപ്പറാണ് ഈ വാഹനത്തിന് വരുന്നത്. പിന്നെ ഈ മോഡലിന് ഓൾറെഡി കിക്കർ വരുന്നുണ്ട്. ബാക്ക് സൈഡ് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്പ്രിംഗ് ടൈപ്പാണ്, പക്ഷേ അത് അതിൻ്റെ ടെൻഷൻ നമുക്കൊരു 5 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഈ പ്രൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു 1.10 ആ റേഞ്ചാണ് ഓൺ റോഡ് കോസ്റ്റ് വരുന്നത് ജൂപ്പിറ്റർ 125. പിന്നെ ഇതിൻ്റെ തന്നെ ഡിസ്ക് ബ്രേക്ക് ഇല്ലാത്ത മോഡലുണ്ട്. ഡ്രം ബ്രേക്ക് വരുന്ന മോഡൽ കൂടെ ഉണ്ട് കേട്ടോ. അതിന് പൈസ കുറയും. 3-ാം സ്ഥാനത്ത് വരുന്നത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഹോണ്ടയുടെ ഡിയോ ആണ്. ഡിയോൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് 125cc വരുന്ന ഡിയോ 125 ആണ്. എച്ച് സ്മാർട്ട് എന്നുള്ള മോഡൽ വരുന്നുണ്ട്. അതാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചിരുന്നത്. എച്ച് സ്മാർട്ട് വരുമ്പോൾ നമുക്ക് അഡീഷണലായിട്ട് ഒരു സ്മാർട്ട് കീ വരും. കാറിൻ്റെയൊക്കെ പോലെ സ്മാർട്ട് കീ വരുന്നുണ്ട്. കീലെസ് എൻട്രി ആയിരിക്കും. കീ നമുക്ക് ജസ്റ്റ് പോക്കറ്റിൽ കീപ്പ് ചെയ്താൽ മതി. അത് സെൻസ് ചെയ്ത് വണ്ടി സ്റ്റാർട്ടായിരിക്കും. കീ ആണ് ആ സീറ്റിൻ്റെ മുകളിലിരിക്കുന്നത്. പിന്നെ ഒരു സ്പെഷ്യൽ ബോഡി ഗ്രാഫിക്സ് വരുന്നുണ്ട് ആ 125cc. പിന്നെ മീറ്റർ കൺസോളൊക്കെ ഫുള്ള് മാറി ആ DXൽ വരുന്ന പോലത്തെ ഫുള്ളി ഡിജിറ്റൽ കൺസോളാണ് വാഹനത്തിന് വരുന്നത്. ഹെഡ്ലൈറ്റ്സും കുറച്ചുകൂടി റിച്ച് ആയിട്ടുണ്ട്. ഫുള്ള് HID ഹെഡ്ലൈറ്റ്സ് ആണ്. ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ആയാലും ഇതുപോലെ എന്താ പറയുക ഹെഡ്ലൈറ്റ്സ് ആയാലും എല്ലാം മാറിയിട്ടുണ്ട്. ഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ ഫുൾ ബ്ലാക്കിൽ സിൽവർ ബാഡ്ജിങ് കൂടെ നല്ല അടിപൊളി ഗ്രാഫിക്സ് വന്നിട്ടുണ്ട്. റിയർ ടൈൽ ലൈറ്റ്സും ചേഞ്ച് ആയിട്ടുണ്ട്. ഗ്രാബ് റെയിൽ മാറി. ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം എക്സ്റ്റേണലായി. ഇതാണ് ഞാൻ പറഞ്ഞ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ്. ഇനി ഈ ഡിസൈനിൻ്റെ പ്രത്യേക ഒരു കാര്യം വെച്ചാൽ ഒരു ചെറിയ ഡീറ്റെയിൽസ്, ഇപ്പോൾ ഹാൻഡിൽ കവറിൻ്റെ താഴെയുള്ള ചെറിയ പോർഷൻ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്ററിൻ്റെ താഴെയുള്ള പോർഷൻ, അങ്ങനെ ചെറിയ ഡീറ്റെയിൽസ് വരെ ഫുള്ള് നല്ല ഭംഗിയുള്ള കാർബൺ ഫൈബറിൻ്റെ കോട്ടിങ് കൊടുത്തേക്കാണ്. അത് ഭയങ്കര സ്പോർട്ടിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇതാണ് ആ ലൈറ്റ്സ് കത്തുമ്പോൾ കണ്ട നല്ല വൈറ്റ് കളർ ലൈറ്റാണ്. സെയിം ഹാലജൻ ബൾബ്സ് എല്ലാം എടുത്ത് മാറ്റി സെഗ്മെൻറ്റ് ചെയ്ത് ഫുള്ള് HID ഹെഡ്ലൈറ്റ്സ് ആണ്. ഇതുപോലെ തന്നെ കണ്ട മഡ് ഗാർഡിൽ വരെ നല്ലൊരു ഗ്രാഫിക്സ് കൊടുത്ത് നല്ല സ്പോർട്ടി ആക്കിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ പ്രത്യേകത തന്നെ. വണ്ടി കുറച്ചുകൂടി നല്ല ലുക്കാക്കിയിട്ടുണ്ട്. പിന്നെ സസ്പെൻഷൻ പറയുകയാണെന്ന് വെച്ചാൽ ഫ്രണ്ട് ടെലസ്കോപ്പിക് ഹൈഡ്രോളിക് സസ്പെൻഷനാണ് വരുന്നത്. 5 സ്പോക്ക് അലോയ് വീൽസ് വരും. പ്ലാറ്റ്ഫോം സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഡിയോ ആയാലും എൻടോർക്ക് ആയാലും പ്ലാറ്റ്ഫോം സൈസ് പരിമിതമെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം വെച്ചാൽ ആ സമയം ജൂപ്പിറ്റർ 125 കണ്ടില്ലേ, അതിന് കുറച്ചുകൂടി പ്ലാറ്റ്ഫോമിന് സ്പേസ് വരും. പിന്നെ ഈ മോഡൽ വരുമ്പോൾ ഫുള്ളി ഡിജിറ്റലൈസ്ഡ് ഡിസ്പ്ലേ ആയിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇത് കണ്ട ഈ ഒരു നോബാണ് വരുന്നത്. കീ നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം സ്മാർട്ട് കീ ആണല്ലോ വാഹനത്തിൽ വരുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടാക്കി കാണിച്ചു തരാം. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ഫുൾ ഡിസ്പ്ലേ മാറും. ഇതാണ് സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. ഇക്കോണമി ഇൻഡിക്കേറ്റേഴ്സും കാണിക്കുന്നുണ്ട്. ചില നമുക്ക് സ്പീഡ് കൂടുന്നതനുസരിച്ച് ഇതിൽ ചേഞ്ച് വരും. ലൈറ്റ് മാറി റെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി മൈലേജ് കിട്ടും. ഡിയോൻ്റെ മറ്റൊരു പ്രത്യേകതയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഡിയോയിൽ വെച്ച് നമുക്ക് അധികം നേരം യാത്ര ചെയ്യാൻ പറ്റില്ല. 25 കിലോമീറ്റർ മുകളിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നന്നാത് വേണ്ടി എടുക്കും. അത് പറയാൻ പാടില്ലാത്ത കേസാണ്, പക്ഷേ എനിക്ക് എൻ്റെ വ്യൂവേഴ്സിനെ ചതിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാനത് പറയും. സസ്പെൻഷൻ സെയിം സ്പ്രിങ് സസ്പെൻഷനാണ്, പക്ഷേ ഒരു 3 പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കിക്കർ ഈ മോഡലിനും ഇല്ല. അപ്പോൾ എൻടോർക്കിന് കിക്കർ വരുന്നില്ല, ഡിയോനും കിക്കർ വരുന്നില്ല, അതൊന്ന് ഓർത്ത് വെച്ചു. പിന്നെ CC കാര്യങ്ങൾ പറയുക വെച്ചാൽ 125cc എഞ്ചിൻ തന്നെയാണ്. പവറൊക്കെ ഏകദേശം അത്യാവശ്യം നല്ല രീതിയിൽ പവർ വരുന്നുണ്ട്. കാരണം BHP-നേക്കാൾ കൂടുതൽ ടോർക്ക് ഔട്ട്പുട്ട് കൂടും. 8.7 ടോർക്ക് വരുന്നുണ്ട്. ഈ സൈഡ് സ്റ്റാൻഡ് എഞ്ചിൻ കട്ട് ഓഫ് എന്നുള്ള ഫീച്ചർ ഇപ്പോൾ കോമൺ ആണ്. അതിപ്പോൾ എൻടോർക്ക് ജൂപ്പിറ്റർ ഇപ്പോൾ 3ാമത്തെ വണ്ടി ഡിയോ ഈ 3 മോഡലും വരുന്നുണ്ട്. ഞാൻ അതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ, അതായത് ഫോൾഡബിൾ ബാക്ക് ഫുഡ് റെസ്റ്റും കോമൺ ആയിട്ട് എല്ലാ മോഡലും വരുന്നുണ്ട് കേട്ടോ. ഞാനത് പ്രത്യേകിച്ച് എടുത്ത് പറയാവുന്നതാണ്. പിന്നെ റിയർ എല്ലാം ഇപ്പോൾ റിയർ ടെയിൽ ലാംപ്സ് വരുമ്പോൾ എല്ലാ മോഡലിലും ഈ പറഞ്ഞ പോലെ ഹാലജൻ ബൾബ്സും ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സും ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. പ്രൈസിങ് ഡിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 1.15 ആ റേഞ്ചാണ് ഇതിൻ്റെ ഓൺറോഡ് കോസ്റ്റ് വരുന്നത്. 1.20 താഴെ തന്നെയാണ് വാഹനത്തിന് ഓൺറോഡ് ഇറങ്ങുന്നത്. അപ്പോൾ ഈ സെഗ്മെൻറ്റിൽ അടുത്ത വാഹനം വരുന്നത് ഡെസ്റ്റിനിയാണ്. ഹീറോൻ്റെ ഡെസ്റ്റിനിയാണ്. 1 ലക്ഷം താഴെ അടുത്ത് കോസ്റ്റ് വരുന്നുള്ളൂ. പക്ഷേ പുതിയ മോഡൽ 2024 മോഡൽ സൂപ്പർ വണ്ടിയാണ്.
കണ്ട ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് വണ്ടിയാണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. ഇതൊരു ഡെലിവറിക്ക് നിൽക്കുന്ന വണ്ടിയാണ്, ഫുള്ളി ആക്സറീസ് ലോഡാണ്. ഓൾ ഓവർ ബോഡി ഗാർഡ് കാര്യങ്ങളെല്ലാം കസ്റ്റമർ അഡീഷണൽ വെച്ചിരിക്കുന്നതാണ്. ഹീറോയിലെ പേറ്റൻറ്റഡ് ഐസ്മാർട്ട് ടെക്നോളജി വരുന്നുണ്ട്, ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി വരുന്നുണ്ട്, എക്സ്ടെക് ആണ്. ഇപ്പോൾ ഡിജിറ്റൽ മീറ്റർ വരും, കൂടാണ്ട് നമുക്ക് ബ്ലൂടൂത്ത് സപ്പോർട്ട് കാര്യങ്ങളെല്ലാം വരും. ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം എക്സ്റ്റേണലാണ്, വണ്ടിയിൽ നിന്ന് ഇറങ്ങേണ്ട ആവശ്യമേ വരുന്നില്ല ഫ്യൂൽ അടിക്കാനായിട്ട്. ഫുള്ള് ക്രോമാണ്, അതായത് ഇപ്പോൾ സൈലൻസർ പ്ലേറ്റ് ആയാലും സൈഡ് കൗളായാലും അതുപോലെ ഹെഡ് ലൈറ്റ്സ്, വൈസർ, ഇൻഡിക്കേറ്റർ എല്ലാത്തിനും ഫുൾ ലക്ഷറി റിച്ച് ക്രോം അങ്ങനെ നിറഞ്ഞിരിക്കണം വണ്ടിയിൽ. എന്നിട്ട് മിറേഴ്സ് വരെയും ക്രോം പ്ലേറ്റഡ് ആയിട്ടുള്ള മിറേഴ്സാണ് വരുന്നത്. ലൈറ്റ്സ് എല്ലാത്തിലും ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് വരുന്നുണ്ട്, HID ബൾബ്സാണ് വരുന്നത്. കാരണം ഹെഡ് ലൈറ്റിന് ചുറ്റും വരെ റിച്ച് ഫീൽ ഇടാനായിട്ട് ഫുൾ ക്രോം യൂസ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സാണ് ഇപ്പോൾ കത്തിയേക്കുന്നുണ്ട്. ഇതാണ് ഹെഡ് ലൈറ്റ് കത്തുന്നത്. കാരണം നല്ല വ്യത്യാസമുണ്ട് വണ്ടി. പക്ഷേ വില എന്ന് പറയുമ്പോൾ 1 ലക്ഷത്തിൻ്റെ താഴെ കോസ്റ്റ് വരുന്നുള്ളൂ. അന്യായ മൈലേജ് ഉണ്ട്, 50-55 റേഞ്ച് മൈലേജ് വാഹനത്തിന് വരുന്നുണ്ട്. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ. ഫുള്ളി സിൽക്കി ആയിട്ടുള്ള നല്ല ഷൈനിങ് ഉള്ള കളേഴ്സാണ് എല്ലാം വന്നത്. ഇൻഡിക്കേറ്റേഴ്സൊക്കെ ഹാലജനാണ് കണ്ടത്. ഇൻഡിക്കേറ്റർ 2 ജോയിൻ ചെയ്യാനായിട്ട് ക്രോമിൻ്റെ പ്ലേറ്റ് വരുന്നുണ്ട്. പിന്നെ മഡ് ഗാർഡ് വരുന്നത് മെറ്റലാണ്. സസ്പെൻഷൻ ഈ പറഞ്ഞ പോലെ സെയിം ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്, പക്ഷേ ഇവരേതാകുമ്പോൾ ചെറിയ വ്യത്യാസമുണ്ട്. അലോയ് വീൽസ് വരുന്നുണ്ട്, 5 സ്പോക്ക് അലോയ് വീൽസ് വരും. കൂടാതെ ട്യൂബ്ലെസ് ടയേഴ്സാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. i3s സ്മാർട്ട് സ്റ്റോപ്പ് ടെക്നോളജി എന്ന് വെച്ചാൽ ഒരുപാട് സമയം വണ്ടി ഐഡിയലായിട്ട് നിന്ന് കഴിഞ്ഞാൽ വണ്ടി ഓഫായി പോകും. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആക്സിലേഷൻ തിരിച്ചു കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും. ഫ്രണ്ട് കോമ്പി ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ ഈ 4ാമത്തെ വണ്ടിയാണ്. ഈ വണ്ടിയിൽ മാത്രം ഡിസ്ക് ബ്രേക്ക്, സേഫ്റ്റി കാർഡ് ഡിസ്ക് ബ്രേക്ക് വരുന്നില്ല. നോർമൽ ഡ്രം ബ്രേക്ക് തന്നെയാണ് ഈ വാഹനത്തിൽ വരുന്നത്. പിന്നെ മറ്റൊരു ഫീച്ചർ പറയാമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഗ്ലോ ബോക്സ് വരുന്നുണ്ട്. വെച്ചാൽ ഫുള്ള് പോർഷൻ ഫ്രണ്ട് ഡാഷിൽ ഫുള്ള് ഗ്ലോ ബോക്സ് വരും. ഇതാണ് അതിൻ്റെ മീറ്റർ കൺസോൾ ചെയ്യുന്നത്. അനലോഗും ഡിജിറ്റൽ കൂടി മിക്സ് ആയിട്ടുള്ളൊരു കൺസോളാണ് വരുന്നത്. ഹീറോൻ്റെ ക്ലാസിക് ആയിട്ടുള്ള കീ തന്നെയാണ് ഇതിലും വരുന്നത്, സെയിം ടു സെയിം. പിന്നെ ഇതിൽ എക്സ്ട്രാ ടെക്നോളജി നമുക്ക് മൊബൈലിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോൾ വരുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കും. ഫ്യൂൽ ഗേജ് കാര്യങ്ങളെല്ലാം ഇതുപോലെ ഡിജിറ്റലായിട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. 2 ലിറ്റർ സ്റ്റോറേജ് ചെയ്യുന്നുണ്ട്. മൊബൈലോ വാട്ടർ ബോട്ടിൽ എന്തുകൊണ്ടിടാം. അതിൻ്റെ താഴെയായിട്ട് USB ചാർജിങ്ങിനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ USB കേബിൾ കുത്തിയിട്ട് മൊബൈൽ നമുക്ക് മേളിൽ എടുത്തിടാവുന്നതാണ്. പിന്നെ സീറ്റ്സ് കാര്യങ്ങളെല്ലാം നല്ല വലിപ്പമുള്ളതാണ്. കൂടാതെ റിയർ പാസഞ്ചർക്ക് നടുവിന് സപ്പോർട്ടായിട്ടുള്ളൊരു ബാക്ക് റെസ്റ്റ് കൂടി വാഹനത്തിന് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ സെയിം സൈഡ് സ്റ്റാൻഡ്, എഞ്ചിൻ കട്ട് ഓഫ് ഫീച്ചേഴ്സ് എല്ലാം വരും. കിക്കർ വരുന്നുണ്ട്. ബാക്ക് സൈഡ് അഡ്ജസ്റ്റബിൾ 3 പോയിൻ്റ് അഡ്ജസ്റ്റബിൾ സസ്പെൻഷനും സ്കൂട്ടറിന് വരുന്നുണ്ട്. 125 cc എഞ്ചിൻ തന്നെയാണ്, പക്ഷേ പവർ കുറവാണ്. ഒരു 7 bhp 7.25 bhp അടുത്ത് പവർ വരുന്നുള്ളൂ. മൈലേജ് ഉണ്ടാവും. ഒരു 55-60 റേഞ്ച് മൈലേജ് കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫ്യൂൽ ഫില്ലിങ്ങും എക്സ്റ്റേണലാണ്. നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ തന്നെ ഫ്യൂൽ ഫില്ല് ചെയ്യാം. നല്ല കുഷനിങ് ഉള്ളൊരു ബാക്ക് സപ്പോർട്ടാണ് പിന്നീട് പാസഞ്ചറിന് വാഹനത്തിന് കൊടുത്തേക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ മോഡലെല്ലാം തന്നെ E20 ഫ്യൂൽ വെച്ചാൽ 20% എത്തനോളുള്ള ഫ്യൂൽ സപ്പോർട്ട് ചെയ്യുന്നതാണ്. OBD2 സെൻസർ ഉള്ളതാണ്. അതായത് പൊല്യൂഷൻ, ഓക്സിജൻ സെൻസർ വരും. പൊല്യൂഷൻ വളരെ കുറച്ച് ഈ വണ്ടികളെല്ലാം എമിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോയിൽ ഫസ്റ്റ് സാധനം കൊടുക്കുന്നത് വേറെ ഒന്നുമല്ല, ഹോണ്ട ആക്റ്റീവ 125 ആണ്. പക്ഷേ ഈ വണ്ടി കാണുമ്പോൾ ഇതിന് തൊട്ട് മുമ്പ് കണ്ട വണ്ടിയാണ് ഡെസ്റ്റിനി 125 എന്തെങ്കിലും സാമ്യം ഉണ്ടെന്ന് വെച്ചാൽ തികച്ചും എന്താ പറയുക, യാദൃശ്ചികം മാത്രമായിരിക്കും. ആരെ കോപ്പി അടിച്ചേക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. 2 വണ്ടിയും അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരേപോലെ തന്നെ ഇരിക്കും. ഡിസൈൻ പർപ്പസിൽ സെയിം ടു സെയിം ആണ് 2 വണ്ടിയും. പക്ഷേ എൻ്റെർലി എന്താ പറയുക, രണ്ട് ബ്രാൻഡ് ഹോണ്ടയും വളരെ ആദ്യം അടുത്തടുത്തായിരുന്നു, ചില ഒരേ ബ്രാൻഡായിരുന്നു, പിന്നെ സ്പ്ലിറ്റപ്പായി. പക്ഷേ അപ്പോൾ അതിൻ്റേതായ ക്വാളിറ്റി വ്യത്യാസം ഉണ്ടാകും. പക്ഷേ ഈ 2 വണ്ടികൾ ഡെസ്റ്റിനിയും ആക്റ്റീവ 125 വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെയിൽ ചെയ്യുന്ന വാഹനം ആക്റ്റീവ 125 ആണ് ഓൾ ഓവർ ഇന്ത്യ. പ്രൈസിങ്ങും കുറച്ചുകൂടി 1.15 1.20 റേഞ്ചാണ് ആക്റ്റീവ 125 വരുന്നത് ഓൺ റോഡ്. അതുപോലെ തന്നെ മൈലേജും കൂടുതലാണ്. ഒരു 55-60 റേഞ്ചിൽ മൈലേജ് കസ്റ്റമർ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഫീച്ചേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫീച്ചേഴ്സ് ഇപ്പോൾ ഈ 2 ഹോണ്ടയിലും ഹീറോയിലും ഫീച്ചേഴ്സിൻ്റെ കാര്യങ്ങൾക്ക് കുറച്ച് പിശുക്കുള്ള ടീമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. എന്നാലിപ്പോൾ അത്യാവശ്യം ബേസിക്കായിട്ട് വേണ്ട കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. E20 OBD2 എല്ലാം വരും. ഫ്യൂൽ ഫില്ലിംഗ് എല്ലാം എക്സ്റ്റേണൽ വരും. സൈഡ് സ്റ്റാൻഡ്, സ്റ്റാർട്ട് സ്റ്റോപ്പ് ഫീച്ചർ വരും. പിന്നെ അതുപോലെ ഫ്യൂൽ ഇഞ്ചക്ഷൻ ടെക്നോളജി അതെല്ലാം ഈ മോഡൽസിനെല്ലാം കോമൺ ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സസ്പെൻഷൻ അഡ്ജസ്റ്റബിൾ ആയിരിക്കും. ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ വരും. ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളെല്ലാം വരും. ബാക്ക് സൈഡ് ഇതിന് ആക്റ്റീവ 125 മാത്രമേ ഈ പറഞ്ഞ സെഗ്മെൻറ്റിൽ ബാക്ക് ടെയിൽ ലാംപ്സ് വരുന്നുള്ളൂ. ടെയിൽ ലാംപ്സിന് ഈ പറഞ്ഞ ഡേ ടൈം റണ്ണിങ് ലൈറ്റ്സ് ഹാലജൻ മാറ്റിയിട്ട് LED ടൈപ്പ് ടെയിൽ ലാംപ്സ് വരുന്നുള്ളൂ.
അപ്പോൾ ഇപ്പോൾ സംസാരിച്ച 5 സ്കൂട്ടറുകളിൽ നമ്മൾ 1ാം സ്ഥാനമായിട്ട് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഹോണ്ട ആക്റ്റീവ 125 സ്കൂട്ടറിനാണ്. നിങ്ങൾക്ക് കാണാനും സ്റ്റൈലിഷാണ്. വെച്ചാൽ ഫുൾ ക്രോം ഓർണമെൻ്റൊക്കെ ഒന്ന് കാണാൻ വെറുതെ അടിപൊളിയാണ് വണ്ടി. മൈലേജ് കിട്ടും, ഒരു 55-60 ഇടയിൽ മൈലേജ് കിട്ടുന്നുണ്ട്. സർവീസ് എല്ലാ സ്ഥലത്തും, എല്ലാ മേജർ സിറ്റീസിലും സർവീസ് പോക്കറ്റ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ റീസെയിൽ വാല്യൂ കൊടുത്താലും ഒരു 3 കൊല്ലം 4 കൊല്ലം കഴിഞ്ഞ് വണ്ടി വിറ്റാലും നമുക്ക് ഈ പറഞ്ഞ എടുത്ത കോസ്റ്റിൽ നിന്ന് വലുതായിട്ട് വലിയ വ്യത്യാസമില്ലാതെ വിലയും കിട്ടും. അപ്പോൾ ഞാൻ ഫസ്റ്റ് പ്ലേസ് കൊടുക്കുന്നത് ആക്റ്റീവ 125-നാണ്. ഈ 120cc 1ാം സ്ഥാനം കൊടുക്കുന്നത്. മറുത്ത് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്ത് തന്നെ അറിയിക്കുക. നമുക്ക് ആ സ്കൂട്ടറുകളെ കുറിച്ച് നല്ലൊരു വീഡിയോ ചെയ്യാം. പിന്നെ അതുപോലെ പുതിയതായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന എല്ലാ വ്യൂവേഴ്സും സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ നേരിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോസ്.